റോഷൻ അര കുറച്ച് കൂടിയുണ്ടെന്ന് കറുപ്പിക്കേണ്ടി വരും തോന്നുന്നു. ആ നീയാ ഡയലോഗ് പിടിച്ചാടാ. നന്നായിട്ടൊക്കെ ചെയ്യട്ടാ. ആ പിന്നെ എടാ ഞാനും ബാബുരാജും പിന്നെ ബാലുവും കൂടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് വേഷം തന്നിരിക്കുന്നത്. അനൂപിനെ ഞാൻ അകത്തൊക്കെ തിരക്കായിരുന്നു. ഞാൻ ആ പ്രവീണായിട്ട് കോസ്റ്റ്യൂം അശോകൻ ഇവിടെ വർക്കുണ്ടോ? ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി വന്നതാ. അശോകന്റെ പടം ചെയ്യുന്ന കേട്ട്. ഇല്ല, അതൊരു മാസം കഴിയും. അത് ഈ പിള്ളേരെയൊക്കെ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അശോക് ഇത് വിഷ്ണു ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഹലോ ജീൻ. ഒന്നുമില്ലടാ, പയ്യനില്ലേ നമ്മുടെ അരുണിന്റെ വേഷം ചെയ്യുന്നത് വിഷ്ണു. അവരിതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ട അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ നീ മനസ്സിൽ വെക്കണ്ട. പോട്ടെ ചേട്ടാ. അല്ല ശോക പറഞ്ഞു വന്നപ്പോ അവൻ പറയുന്നത് പകുതി ശരിയാ. പകുതിയല്ല, അവൻ പറയുന്നതാ ശരി. അത് ശരി. ഞാൻ എന്തോ വിശ്വസിച്ച ബെസ്റ്റ് ആള്. റോഷ, നമുക്ക് പണിയെടുക്കാം. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ചെയ്താരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം. മനോട്ടാ, എന്റെ ഫോൺ ഒന്ന് കട്ട് ചെയ്യൂ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ. ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്തത്, പഴയ ആളാണ്. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാണ്. വെറുതെ എണ്ണം കേട്ടോ സംസാരിക്കാണ്ട് അവനെ വിളിക്കാ. ഓനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ല, ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള സംസാരം മതി. ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം. മനോട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. എടുക്കടാ, എടുക്ക്. എടുത്തോ. ഉസ്മാനെ, എടാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സെക്യൂരിറ്റിക്കാരൻ കയറ്റി വിടില്ല. ഇതാ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിന്റെ നേരെ മുന്നിലുണ്ട്. ഞാനും വില്ലൂട്ടനും അമ്മയും മുത്തച്ഛനും എല്ലാരും ഉണ്ട്. മനോട്ടാ, എന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരവിടെ ഗേറ്റില്. ഹലോ മോനെ, സെക്യൂരിറ്റി കൊടുക്ക്. സെക്യൂരിറ്റി ഹലോ, അവരൊന്ന് അകത്തേക്ക് എടുത്തു വിട്ടേക്ക്. അത് ശരി. വീട്ടുകാർ മാത്രം അകത്തേക്ക് കയറിപ്പോ. എന്താ രാവണന്റെ കൊട്ടാരോ? ആ വിഷ്ണു ആണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. രാവണനായിട്ട് ബാബുരാജ്. അപ്പൊ നിനക്ക് ഹനുമാനാവാം. ആവൂ, നിങ്ങൾ ഞാൻ എന്റെ വാലാക്കും. ആ വാലിന് തീ കൊടുത്ത് ഈ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് ഞാൻ കത്തിക്കും. എന്റെ അടുത്ത് ബ്ലാക്ക് ഒന്നുമില്ലേ, അതുകൊണ്ട് 500 നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സിദ്ദിഖ് ലാൽ സാറല്ലേ? അല്ല, ഞാൻ ലാല. അപ്പൊ മറ്റേ സിദ്ദിഖ് ലാൽ സാറ്? അത് വേറെ.
പുലിമുരുക്കല്ലേ ലാലേട്ടൻ ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ നിങ്ങളങ്ങോട്ട് ശരിയായില്ല. ലാലേട്ടൻ പുലിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഗ്ലാമറും താടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി വളരാണ്ട്. എന്ത് താടിയാ? അല്ല, അഭിനയം. വിഷയാക്കണ്ട, ശരിയായിക്കോളും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ, വിഷമിക്കണ്ട. അല്ലോ ഭാവനല്ലത്. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരെ ഞാൻ പറയാണ്ട്. അല്ലോ എന്താ ഇപ്പൊ ഞാൻ കാണുന്നത്? എന്നെ മനസ്സിലായി, ഞാൻ ഉസ്മാൻ. സിനിമ കാണുന്ന മാതിരി തന്നെയാണല്ലോ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറേന്റെ പരിപാടിയാ ഗ്ലാമർ എന്ന്. ശരിക്കും മൊഞ്ചത്ത് തന്നെയാ. ആ പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചേ, മുള്ളങ്കിൽ വിലായത് ഒരു ആട്ടുംകുട്ടി തന്നില്ല നര സിനിമയിൽ. അത് പറ്റി? അത് പറ്റൂ. 4 കുട്ടികൾ. ആണോ? മുട്ടനാടിന്റെ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാ? അല്ല, ഇങ്ങനെ വെറുതെ കിട്ടിയല്ലേ. ഇതാര്? സാർ, എന്താണ് ഇത്? മുത്തച്ഛൻ, അമ്മ, പെങ്ങള്. ആരുടെ? വിഷ്ണുവിന്റെ. നമ്മുടെ അത് തന്നെ. മുത്തച്ഛനെ കയറി ഞങ്ങൾ എല്ലാരും കൊണ്ട് വന്നതാ. അല്ല, നമ്മുടെ വല്ല പോയോ? താഴേക്ക് നോക്കുന്നുണ്ട്. പ്രായമായ ആളല്ലേ, കാറ്റ് പോയി നോക്കിയിരിക്കൂ. കാട്ടു പോണ നിന്റെ അച്ഛൻ തോർപ്പൻ ശങ്കുണ്ണിയുടെ. അത് കഴിഞ്ഞിട്ടാവാ എന്റെ. ചെറിയൊരു തരാറില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കുഴപ്പമില്ല, പോകുന്നു. പടമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നിങ്ങള് അകത്തേക്കല്ലേ? വിഷ്ണു അകത്തുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കണ്ടു വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്നിരിക്കാം. ഓ, ആയിക്കോട്ടെ. മുത്തശ്ശാ, ഈടാ വിഷ്ണു ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞറിയോ? അടിപൊളി ഗ്ലാമർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വേണ്ട ഹെയർ സ്റ്റൈൽ. വിഷ്ണു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു കൊടുക്കണ. ആരായാലും അങ്ങോട്ട് മാറി. അയ്യോ, അടിപൊളി. മുത്തശ്ശൻ വിഷ്ണുവിന്റെ അറിയില്ലേ, വലിയ തറവാടിയാ. അത് കോളാമ്പല്ല മനുഷ്യ. പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ വലിയ തറവാടി എന്ന് പറഞ്ഞില്ലേ. ആരാടാ ഇനിയൊന്നും മിണ്ടാണ്ടിക്കണം. മേക്കപ്പ് എടുക്കട്ടെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവനാ ഞങ്ങളുടെ വീട്ടിൽ ഏക പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എന്താ ചെയ്യ? അമ്മ പേടിക്കണ്ടെന്ന്. ഞാൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ തല വെട്ടിപ്പോവോ? അല്ല, തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞ. നമുക്ക് ആ ക്രീപ്പിനെ ചെയറിലിട്ടിട്ട് കൈസും സുരേഷേട്ടനെ കൂടി ഇങ്ങനെ താഴെ. അപ്പൊ അമിത് ബജാറിലെല്ലാം ഇടിച്ചു പൊളിച്ച് അതോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകും. പിന്നെ ഈ ടീം കൂടി വരാ. അത് അരുണല്ലേ? അവൻ വരില്ലെന്നല്ലേ പറഞ്ഞ? എന്റെ അമ്മ വിഷ്ണുനോട് എന്തോ പറയും. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് മച്ചാനെ. സർപ്രൈസ് ഇല്ലേ? പിന്നെ കലക്കി. അവിടെ കൊട്ട ഡാർക്ക് സീനാണ്. ഞാൻ മച്ചാന്റെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കൂലെന്ന് നന്നായി. വിത്ത് മേക്കപ്പ് ആണ്ടാ. സീൻ എവിടെ? സീൻ നിതിനെ സീൻ എടുത്ത് കൊടുക്കും. ചേട്ടാ വിഷ്ണുവോടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ല, അവനോടൊപ്പം പറയും. അതിപ്പോ അവന് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കൊടുക്കാൻ? ഇല്ലേ, അരുൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വന്നല്ലോ, ഹാപ്പി ആയില്ലേ? സന്തോഷായി. അതെ, മേക്കപ്പ് ഒക്കെ അല്ലേ? അടിപൊളി. നമുക്ക് നോക്കാം. കോസ്റ്റ്യൂമർ പ്രവീണല്ലേ? മെനക്കേടായി. ഞങ്ങളോട് എന്താ പറയാ? പപ്പയായിട്ട് വരുത്തി വെച്ചാലേ ഡീല് ചെയ്യും. ആ ജീപ്പ് വിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിലെങ്കിലും എത്തായിരുന്നു. ചീപ്പ് വിട്ടാൽ നന്നായില്ലേ, നാട്ടുകാർ മുഴുവൻ അറിയാനും. നീ മിണ്ടരുത്, നിന്നെ കൊല്ലും ഞാൻ. നിങ്ങളതിനൊക്കെ കാരണം ശാപാൻ കള്ളൻ. ആ ഫ്ലെക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആ പടകപ്പീടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ബേജാറ്. ഓരോന്നും വരച്ച് വയ്ക്കുമ്പോ ആലോചിക്കണോടാ കവിതകളെ. എനിക്കിപ്പോ വീട്ടിൽ പോണം. 10 മണിക്ക് കീഴകമുള്ളതാ. മുത്തശ്ശവത ഞാൻ ഇപ്പൊ ഇവിടെ നടത്തും. അശ്രീകരം. എന്റെ പെക്കടിച്ച് ടെൻഷൻ മാറ്റാൻ പറ്റിയില്ല. ആരെ കണിയുണ്ട് ഈ മുള്ളുകെട്ടിന്. നോയിക്കൂടാ. വിഷ്ണു, എല്ലാവർക്കും വിഷമമായല്ലേ? സത്യം പറഞ്ഞ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. പിന്നെ ജീനിങ്ങോട് വരാതിരുന്നത് തന്നെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. അതൊന്നും കുഴപ്പമില്ല സർ. നീ നിരാശപ്പെടുന്നും വേണ്ട. ഈ സിനിമയില് കഴിവ് മാത്രം പോരാ, കുറെയൊക്കെ ഭാഗ്യവും സമയവും അതിനേക്കാളുപരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്. എന്തായാലും നിനക്കതുണ്ട്. സമയവും ഭാഗ്യവും ഒക്കെ തന്നെ അങ്ങോട്ട് വന്നോളൂ കേട്ടാ. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, പിന്നെ ഒരു വയസ്സൻ ക്യാരക്ടർ ഉണ്ട് ഇതില്. മുത്തച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ച കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
ഇല്ല സാർ അതൊന്നും ശരിയാലോ ഒന്നാമത് മൂപ്പർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂ. ആണോ? ആ മൂപ്പര് അഭിനയിച്ചാൽ നേരെയാവൂല. ആ ആരാ പറഞ്ഞ ഞാൻ അഭിനയിക്കൂലെന്ന്? ഒന്നല്ലെങ്കിൽ ഞാനൊരു കഥകളി ആസ്വാദകനല്ലേ, ആ പരിചയം എനിക്കില്ലേ. കഥകളി അല്ല സിനിമ, അഭിനയാണ്. ഇയാൾക്കൊന്നും പറ്റൂലേ? ഞാൻ അഭിനയിക്കും സാറേ. അപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പോയിക്കോട്ടെ. മുത്തച്ഛൻ്റെ കൂടെ വിഷ്ണുവിടെ നിൽക്ക് ഒരു സഹായത്തിന്. വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. സാറേ വേണം ഈ മുള്ളും കെട്ട്. അയ്യോ വയനാട്ടിൽ ചില കുരങ്ങളുണ്ട്. അയ്യോ അത് തന്നെ. വനം വകുപ്പ് കാണണ്ട. എൻ്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ഇട്ട ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചമയക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത് പിന്നെ ഓന്റെ കാര്യത്തില് ഞാൻ താൻ കൂടുതൽ വർത്താനം പറയണ്ട. ആദ്യം താൻ തന്റെ പണി ചെയ്യാം. പിന്നെ വദനകാന്തിയും അങ്കലാവണ്യവും ഒട്ടും കുറയ്ക്കണ്ട. എന്നുവെച്ചാ എടോ എന്റെ മുഖത്തിന്റെ ഗ്ലാമർ നവരസങ്ങളും കൂടി വാരി വിതറാനുള്ളതാ. നീ ഏതാ? ഞാൻ മുത്തശ്ശൻ ടച്ചപ്പ് ചെയ്യാൻ വന്നാ. നീ ആ ബാഗ് കൊണ്ട് കൊടുത്തടാ. നീ ആ ബാഗ് ആർട്ട് റൂമിൽ വെച്ചേക്ക്. ഹലോ ചാബി. അയ്യോ ഒന്നും മറന്നു. ചാബികൾ കൊടുക്കുമ്പോ എന്റെ മുഖത്ത് ഏതാണോ ഭാവം വേണ്ടത്? അതെ, ഈ ഒരു പടത്തിലെ ആ കുഞ്ഞു വേഷം കിട്ടില്ലെന്ന് പറഞ്ഞേ ഇങ്ങനെ താടിയും വളർത്തി ജീവിതമേ പോയെന്നും പറഞ്ഞിരിക്കുന്നത് ബോറാ, ഭയങ്കര ബോറാ. അല്ലെങ്കിൽ തന്നെ എന്ത് വേഷമാ? 2-3 ഡയലോഗ്, മാക്സിമം 2 ക്ലോസ്. നാണമില്ലല്ലോ. സച്ചി സാറിന്റെ പടത്തിലെ ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയിട്ടിരിക്കേ. അതിന് 2 ഡയലോഗുള്ള വേഷം ചെയ്താലേ പറ്റൂ, അറിയോ? അതെന്താ? വിഷ്ണു, അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഭാവന ഇച്ചിരി ടച്ചപ്പ് ഗേളായിട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാവും നടക്കൂന്ന്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിനക്ക് തന്നെ വരൂടാ. തിരുമുടി കാണാൻ പൊന്നും കുരിശും. അഭിനയിക്കാൻ വന്ന ആളാ ഇപ്പൊ ചാവപ്പെട്ടി ചോന്ന് നടക്കണം. എടാ ജീവനെ, ഇവന് ആസിഫിന്റെ നല്ല ചായ ഇല്ലടാ. ഇവന് ആസിഫിന്റെ ചെറുപ്പമാക്കിയല്ലോ. ചായയൊക്കെ ഉണ്ട്, പക്ഷെ ആസിഫിന്റെ ഒരു ആസിഫ് തന്നെയാണ്. ആസിഫാ? ആ, എങ്ങനെ? മീശയൊക്കെ പിടിച്ചിട്ട് തമിഴിൽ സൂര്യൊക്കെ ചെയ്യണമല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അവനെ കൂടി വലുതായിക്കോട്ടെ. എന്നാ ശ്രീനിയുടെ ചെറുപ്പമാക്കിയാലോ? പപ്പക്ക് അവനെ അഭിനയിപ്പിച്ചടങ്ങുള്ളതാണ്. അല്ല ജീനെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവന് വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയില്ല. പാവം. ഒന്നാമത് ഇവൻ എങ്ങനെയാണ് ശ്രീനേട്ടനെ ചെറുപ്പം ചെയ്യുന്നത്? ഇവൻ നല്ല കളറല്ലേ? ശ്രീനേട്ടനാണെങ്കിൽ നല്ല കറുപ്പും. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കനെ വാർണയാക്കിയതല്ലേ മൃഗയില്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല ബാബട്ടാ, അവന്റെ മൂക്കില്ലേ ശ്രീനേന്റെ പ്രത്യേകതയുള്ള മൂക്കല്ലേ, ഒട്ടും മാച്ച് ആവൂല. പിന്നെ ഞാൻ ആ മധുവിന്റെ അടുത്ത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. സമയം ശരിയല്ല. എന്താടി? നീ അങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. പറഞ്ഞത് ശരിയാ, മാച്ച് ആവൂല. മാച്ച് ആവൂലെന്നോ? എന്ത് മാച്ച് ആവൂല? നാളെ മുത്തശ്ശന്റെ ഷൂട്ട് തീരുവോ? നാളെ തന്നെ തിരിച്ചു പോവും. വിഷ്ണു, അയ്യോ വിശന്നിട്ട് പാടില്ലേ. ശരി, നാളെ പറയാം. നെക്സ്റ്റ് இந்த ஏரியா மாஸ்டர். ஆமா ஆமா. ஓகே. ஆசிஃப் அண்ட் ஓல்ட் டான்சர்ஸ். ஓகே மாஸ்டர். എന്താടാ നീ ഇപ്പോൾ വേണം?
എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ വർക്കിന്റെ ടെൻഷന്റെ പുറത്ത് പറഞ്ഞു പോയതാ. അതൊന്നും മനസ്സിലാക്കണ്ട കേട്ടാ. ഓക്കെ. അതെ, കൊറേ നേരമായി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ? പറയാൻ അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ പോലെ. റെഡി ആൻഡ് ആക്ഷൻ. ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് എന്റെ മുത്തച്ഛൻ. ചേട്ടാ ഒന്ന് മാറും. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും. ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്. അടുത്ത സീനുള്ളല്ലേ? പറയുന്ന കേക്ക് അവിടെ പോയി ഒളിക്ക്. വേഗം പോ. പോ വിഷ്ണു. റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം അല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും തിരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് ലാലേട്ടാ മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അല്ല, അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട്. ദേഷ്യമല്ലേ? അതെ. നിന്നെ ഞാൻ ഇത്രയൊക്കെ ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാതറിന് പറഞ്ഞോളാം. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാൽ പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോ? എടാ അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു. ചെല്ല്. ഓ പോയി കഴുകു. എന്നിട്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കും. അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താ സംഭവിച്ചത്? അറിയാതെ ഞാൻ ഷർട്ട് ഒന്ന് കൊടുത്തിട്ടതാ. ശ്രദ്ധിക്കണ്ട. എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞേല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയാ പാവോട്ടിടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. അങ്ങനെയാണ്. അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇവന്മാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചൂടെ? വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങള് പോവാ സാറേ. നിക്കടാ പോലെ. നീ ഒരു കാര്യം ചെയ്, ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടും പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഇവന് ശ്രീനിവാസിന്റെ ചെറിയൊരു കെട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ, നീര് മാറുമ്പോ ഒന്നുകൂടി അടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം കേട്ടാ. ശരി സാർ. കഷ്ടം.
കൺമണി നിന്റെ ഫോൺ അടിക്കുന്നു. എന്താ ചേച്ചി? ദേ ഫോൺ അടിക്കുന്നു. ഹലോ കൺമണി, ഞാനാ വിഷ്ണു. ചേച്ചി ഒരു മിനിറ്റ്. ഗിഫ്റ്റ് കലക്കിട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ അതെ, ഒരുപാട് വേദനിച്ചോ? ബാബുവേട്ടൻ്റെ ഇടിയല്ലേ? ഇപ്പോഴും വേദനയുണ്ടോ? ആ, കുറച്ച്. സാരില്ല കേട്ടോ, പോട്ടെ. അതെ, റൂഫ് ടോപ്പിൽ വരാൻ ധൈര്യമുണ്ടോ? ഒരു 12 മണിക്ക് ഉണ്ടെങ്കിൽ എങ്കിൽ വാ, ഞാനവിടെ ഉണ്ടാവും. Yes, come in. ഞാൻ ലാലങ്ങളുടെ റൂമെത്തി. ഇല്ല, ഞാൻ വിളിക്കാം. ആ ബാലു, ലാലങ്ങളെ ഒന്ന് ടെറസിലേക്കൊന്ന് വരൂ. എന്താടാ? അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ. എല്ലാവരും ടെറസിലുണ്ട്, അവരെല്ലാവരും. ഒന്ന് എന്താടാ കാര്യം? എന്താണ് ലാലേട്ടൻ, അസുഖേ? എന്താടാ? ഞങ്ങളെല്ലാവരും കൂടെ മേളിൽ വന്നിട്ട് ലാലേട്ടൻ്റെ പരിപാടി ഓണാക്കണ്ടേ? പരിപാടി ഓണാക്കാരുടെ ഏറ്റവും ബെസ്റ്റ് ലാലങ്ങളുടെ പാട്ട്. പഴയ പാട്ടൊന്നും വേണ്ട, നമുക്ക് നല്ല പുതിയ പാട്ട് പിള്ളേർ പാടിക്കും. ഞാനൊരു ഹിന്ദി പാട്ട് പറഞ്ഞു തരട്ടെ. ഗൊരി തെരുക. അതൊന്നും വേണ്ട, പാട്ട് പാടാം. പഴയത് തന്നെ ഒരു പാട്ട് ഞാൻ പാടാം. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പച്ചി പണ്ട് പാടിയൊരു പാട്ടാ. എന്റെ ഫാദർ ചെറുപ്പത്തില് ഒരു നാടകത്തിന് വേണ്ടി പാടി. ഒരു നാടകഗാനമാണ്. എനിക്ക് അടുത്ത് കിട്ടിയാണ്. എന്റെ കൊച്ചാപ്പന അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പാട്ട് പാടാം. അതിനു മുമ്പ് ഞാനതൊന്ന് കേൾക്കട്ടെ. ആമീന താത്താട പൊന്നുമോളാണ്, നാട്ടിലെ ചേലുള്ള പെണ്ണാണ്, പാപ്പാടെ പുന്നാര മോളാണ്, പാപ്പാടെ കൊച്ചു ദിയാത്തു. ലൈറ്റും പോട്ടെ. ദേ അവരൊക്കെ പോയി. ആരെങ്കിലും കണ്ടറിയാലോ. ദേ വലിയ സ്റ്റാർ ആവണ്ട ആളാ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. മറ്റേ ഫ്രീക്കിന്റെ മുറി ഇതാണോ? നമ്മുടെ അരുൺ ചേട്ടൻ്റെ. ഞാൻ വിളിക്കാം. ഇറ്റ്സ് മൺഡേ. കൺമണി, നല്ല കുട്ടിയല്ലേ? ഇനി എഴുന്നേക്ക്, എഴുന്നേക്ക്. കൺമണി, ഇപ്പൊ പേടിയൊക്കെ കുറഞ്ഞോ? പേടിയോ? ആർക്ക് പേടി? നമുക്കിനി എന്നും വന്നാലോ? അയ്യടാ. അപ്പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. എന്ത് ചെയ്യാനാ? ആ കൺമണീനെ കാണാനില്ല. കൺമണിനെ കാണാനില്ലേ?
നിന്റെ ഊരിലല്ലേ എന്റെ നടന്നത്? മുറിയിലാ കിടന്നേ പക്ഷെ എനിക്ക് അവളെ കാണാനില്ല. അവളിപ്പോ അതിരാത്രിയോടെ പോകണത് ബാസേ. കോമഡി ആക്കല്ലേ? എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കടാ പ്ലീസ്. ബാസി നീ കൂടെ പോ. ആളെ നോക്കാം, അവിടെ എടുത്ത് നോക്കാം. എവിടെയെങ്കിലും പോയി തപ്പാ. അതെ പുഴയിലെ പുള്ളല്ലോ നോക്കണം. കരുനാക്ക് വളച്ചൊന്നും പറയലടാ.